കറന്റ് അഫയേഴ്സ്. ഒരു സ്വകാര്യ കമ്പനി നിർമ്മിച്ച് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ആദ്യ പേടകം ഒഡീസിയസ്. ടെക്സാസിലെ യുഎസിലെ ഹൂസ്റ്റൺ ആസ്ഥാനമായുള്ള ഇൻറ്റ്യൂറ്റീവ് മെഷീൻസ് എന്ന സ്ഥാപനമാണ് നേട്ടം കൈവരിച്ചത്. നാസയുടെ കമേഴ്സ്യൽ ലൂണാർ പെലോഡ് സർവീസസ് പരിപാടിയുടെ ഭാഗമായാണ് ഇൻറ്റ്യൂറ്റീവ് മെഷീൻസ് ഈ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഫെബ്രുവരി 21 അന്തരിച്ച ഫാലി എസ് നരിമാൻ ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? നിയമജ്ഞനും ഭരണഘടനാ വിദഗ്ധനും. 1991 പത്മഭൂഷണും 2007 പത്മവിഭൂഷണും നൽകി രാജ്യം ആദരിച്ചിരുന്നു. ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് ആത്മകഥയാണ്. ബഹിരാകാശ മേഖലയിൽ നേരിട്ടുള്ള എത്ര ശതമാനം വിദേശ നിക്ഷേപത്തിനാണ് അടുത്തിടെ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്? 100%. കേരള മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അടുത്തിടെ ക്യാബിനറ്റ് പദവി നൽകി ഉദ്യോഗസ്ഥന്റെ പേര്? ഡോക്ടർ കെ.എം. എബ്രഹാം. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ഒരാൾക്ക് ക്യാബിനറ്റ് പദവി നൽകുന്നത് ആദ്യമായാണ്. നിലവിൽ മന്ത്രിമാർക്ക് പുറമെ സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, സംസ്ഥാന സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് എന്നിവർക്കാണ് ക്യാബിനറ്റ് പദവി ഉണ്ടായിരുന്നത്. രാജ്യത്ത് ആകാശവാണി പരിപാടികൾ ജനപ്രിയമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച വ്യക്തി അന്തരിച്ചു. പേര് അമീൻ സയാനി. 1.5 ലക്ഷത്തിലേറെ റേഡിയോ പരിപാടികൾക്ക് പുറമെ പരസ്യങ്ങൾക്കും മറ്റുമായി 19,000-ഓളം വോയിസ് ഓവറുകൾ തയ്യാറാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. കേരള ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായത് ജോർജ് എം ചാക്കോ. സാഞ്ചിയിലെ ബുദ്ധസ്തൂപ സമുച്ചയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ശ്രീബുദ്ധൻ്റെയും പ്രഥമ ശിഷ്യരായ അരഹത സാരിപുത്ത, അരഹത മഹാമൊഗലാന എന്നിവരുടെയും തിരുശേഷിപ്പുകൾ ഏതു രാജ്യത്തേക്കാണ് എത്തിച്ചത്? തായ്ലാൻഡ്. ബുദ്ധമത വിശ്വാസികൾക്കായി ബാങ്കോക്ക് ഉൾപ്പെടെ 4 നഗരങ്ങളിൽ അവ പ്രദർശനത്തിന് വയ്ക്കും.